നമസ്കാരം, ഞാൻ രമ്യ. ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജ് അല്ല. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഭാരം ഇല്ലെങ്കിൽ വിഷമം, എന്തിനാണ് ഇതൊക്കെ എനിക്ക് സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു വെയിറ്റിംഗ് ഫേസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നിങ്ങൾ തന്നെ ആലോചിക്കണം, ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടു, സമയം ചിലവഴിച്ചു, ഫീലിങ്സ് കൊടുത്തു, പേഷ്യൻസ് കാണിച്ചു. നിങ്ങൾ തന്നെ ഇപ്പോൾ സെൽഫ് ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ വെർത്തായിരുന്നോ, ഇതൊരു ഫെയിലിയർ ആയിരുന്നോ, സക്സസ് ആയിരുന്നോ? പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഇതെല്ലാം ഓരോ നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള ഓരോ പടികളാണ്. കാരണം എപ്പോഴും റിവാർഡ് ഇമ്മീഡിയറ്റ്ലി വരണമെന്നില്ല. മേ ബി ചിലപ്പോൾ വന്നത് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ടാകും, കുറച്ചുകൂടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ടാകും, നമ്മുടെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് കൂട്ടിയിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങളൊരു വെയിറ്റിംഗ് ഫേസിലായിരുന്നാലും ഇതൊരു എംപ്റ്റി വെയിറ്റിംഗ് സ്പേസ് അല്ല, വെയിറ്റിംഗ് അല്ല, ഇതൊരു പ്രിപ്പറേഷൻ ഫേസാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ഇത് അടുത്ത ഫേസാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ തന്നെ അനുഭവിക്കുന്നതാണ് ഇത്, നിങ്ങൾ തന്നെ വിചാരിക്കുന്നതാണ് ഇതൊരു കാഷ്വൽ ലവ് അല്ല, ഒരു ടൈം പാസ് ആയിരുന്നില്ല, ഇത് ജെന്യൂൻ ആയിട്ടുള്ളൊരു ലവ് ആയിരുന്നു, ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ആയിരുന്നു. നിങ്ങൾ ഓപ്പണായിട്ട് സ്നേഹിച്ചു, ട്രസ്റ്റ് ചെയ്തു, ഇമോഷണലി മുഴുവനായിട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഈ ബിട്രയൽ ഇത്ര ഡീപ്പായിട്ട് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നത്. ഇപ്പം യു മേ ബി ഫീലിംഗ് ദിസ് പെയിൻ ഡീപ്ലി, ബട്ട് റിമെമ്പർ യു ലവ്ഡ് ജെന്യൂൺലി. അത് നിങ്ങളുടെ ഫോൾട്ട് അല്ല. മൂന്നാമത്തെ കാർഡ് ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. ഇത് പറയുന്നത് നിങ്ങൾ പുതിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഫേസിലാണ്. ഈ ഒരു കണക്ഷൻ നിങ്ങളെ ബ്രേക്ക് ചെയ്യാനല്ല, പകരം കംപ്ലീറ്റ് ഫീൽ ചെയ്യിപ്പിക്കാനാണ്. നിങ്ങൾ മറ്റുള്ള ഒരാളിൽ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് തന്നെ ഹോൾ ആവാൻ പഠിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത്, പീസ്, വാല്യൂ നിങ്ങൾ തിരിച്ചറിയുന്നു. ഈ ഒരു ഫേസിലാണ് നമ്മളത് തിരിച്ചറിയുന്നത്. ആൻസർ മറ്റൊരാളല്ല, ആൻസർ നിങ്ങളിൽ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. യു മേ ഫീൽ ക്ലാരിറ്റി പതുക്കെ എമർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നതാണ്. അതായത് സ്വയം ശക്തി, സ്വന്തമായിട്ടുള്ള പവർ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു ഫേസാണ് ദ വേൾഡ് എന്ന് പറയുന്ന ഫേസ്. നാലാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് ദ ഫൂളാണ്. ഇത് പറയുന്നത് നിങ്ങൾ റിലീസ് ചെയ്യാൻ തുടങ്ങിയ ഫേസിൽ നിങ്ങൾ എന്തനുഭവിക്കും എന്നുള്ളതാണ്. ബ്ലൈൻഡ് ട്രസ്റ്റ്, സെൽഫ് ഡൗട്ട്, ഇതെല്ലാം നിങ്ങളുടെ ഫോൾട്ടാണോ? അതായത് സ്വയം വിലയിരുത്തുകയാണ്, ഇതൊക്കെ എൻ്റെ ഫോൾട്ടാണോ എന്നൊരു ഓവർ തിങ്കിങ് വരുന്നൊരു ഫേസാണ്. ഇവയെല്ലാം നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ജേണി, പുതിയ എനർജി, പുതിയ ഒരു വേ ആരംഭിക്കുന്നു. എന്തെങ്കിലും തെറ്റ് വന്നാലും എന്തെങ്കിലും വീഴ്ച വന്നാലും അത് നിങ്ങളെ നശിപ്പിക്കാനല്ല, നിങ്ങളെ വളർത്താനാണ്. അപ്പം വാട്ട് യു വാണ്ട് ടു ഡു ഈസ് സ്റ്റോപ്പ് സെൽഫ് ബ്ലെയിമിങ്. നമ്മുടെ സെൽഫ് ബിലീഫ് കൂടുതൽ ശക്തിയാക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു വ്യത്യാസങ്ങൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു ഫേസാണ് ഇത്. ഇതാണ് ഫൈനൽ കാർഡ്, ദ 6 ഓഫ് വാൻഡ്സ്, 5th കാർഡ്. ഇത് പറയുന്നത് നിങ്ങളൊരു റൈസ് ഫേസിലാണ്, വിക്ടറി, പക്ഷേ ഒരു ക്വയറ്റ് വിക്ടറിയാണ്. അങ്ങനെ ആളും ബഹളമുള്ളൊരു വിക്ടറി അല്ല. കാരണം റിവെഞ്ച് അല്ല, ഇതൊരു ഈഗോ അല്ല, നമ്മുടെ സെൽഫ് റൈസാണ്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് വിക്ടറിയാണ്. നമ്മൾ തളർന്നു, പക്ഷേ തകർന്നില്ല. നമ്മളൊരു പൂമ്പാറ്റയും മാതിരി പുതിയ ചിറകുകളൊക്കെയായി പറന്ന് ഉയരുകയാണ്. നിങ്ങളുടെ സ്ട്രെങ്ത്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു, ഹോപ്പ് ഉണ്ടാവാൻ തുടങ്ങുന്നു. അതൊക്കെയാണ് ഈ ഒരു കാർഡ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇതൊരു കോയിൻസിഡൻസ് അല്ല. ഹീലിംഗ് എന്തായാലും സ്ലോ ആയിട്ടായാലും നടക്കും. ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സെൽഫായിട്ട് നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കണം. മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു എൻഡിങ് അല്ല, നിങ്ങളുടെ റൈസാണ് എന്നുള്ളത്
മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം.